വികലാംഗ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആത്മഹത്യാ നോട്ടീസ് നൽകിയ ശേഷം വീട്ടിൽ തൂങ്ങി മരിച്ച വളയത്ത് ജോസഫിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനാണെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ UDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി. ജോസഫിന്റെ മരണത്തോടെ പ്രതിക്കൂട്ടിലായ ഗ്രാമപഞ്ചായത്തും സർക്കാരും മാധ്യമപ്രവർത്തകനെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് UDF അംഗം ജിതേഷ് മുതുകാട് ആരോപിച്ചു. 2023 നവംബർ 9 ജോസഫ് നൽകിയ കത്ത് തയ്യാറാക്കിയത് രാജൻ വർക്കിയും ജോസഫും ചേർന്നാണെന്നാണ് ഭരണസമിതി ആരോപിക്കുന്നത്. നവംബർ 10 ഒരു പത്രത്തിൽ മാത്രം വാർത്ത പ്രത്യക്ഷപ്പെട്ടതായും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കലക്ട്രേറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ മണ്ണെണ്ണയും തീപ്പന്തവുമായി ജോസഫിനെ ആത്മാഹുതി പ്രഖ്യാപനത്തിലേക്ക് നയിച്ചതും മാധ്യമപ്രവർത്തകനാണെന്നും പ്രമേയത്തിലുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജോസഫ് ചക്കിട്ടപ്പാറ സഹകരണ ബാങ്കിന്റെ മുതുകാട് ശാഖയിൽ നിന്ന് 2023 വർഷത്തിൽ 24,200 രൂപ പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 പ്രവൃത്തി 2024 ജനുവരി 15 വരെ പൂർത്തിയാക്കുകയും 28,400 കൂലി ഇനത്തിൽ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാസം സർക്കാരിൽ നിന്ന് 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി കൈപ്പറ്റുന്നുണ്ട്. അംഗപരിമിതർ എന്ന പരിഗണന വെച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ചെലവഴിച്ച് ജോസഫിന്റെ വീട്ടിലേക്ക് മാത്രമായി റോഡ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തി പുതിയ വീട് നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഒരു പൗരന് നൽകാൻ കഴിയുന്ന ആനുകൂല്യം സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടും മലയോര മേഖലയിൽ കൃഷിക്കാർക്കിടയിൽ നിയമവിരുദ്ധമായി അസംതൃപ്തി പരത്തി ആത്മഹത്യയാണ് യഥാർത്ഥ സമരമാർഗമെന്ന് പ്രചരിപ്പിച്ച് മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്ക് കേസെടുക്കണമെന്നാണ് കേരള മുഖ്യമന്ത്രിയോടും സംസ്ഥാന DGPയോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ ജോസഫ് തന്ന കത്തിന്റെ കോപ്പി വാർത്തയാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ആരോപണ വിധേയനായ മാധ്യമപ്രവർത്തകൻ രാജൻ വർക്കി പറഞ്ഞു. തൻ്റെ കൈയക്ഷരവും ജോസഫിൻ്റെ കത്തിലെ കൈയക്ഷരവും പരിശോധിക്കണമെന്നും താനാണ് കത്തെഴുതിയതെന്ന് തെളിഞ്ഞാൽ കേസെടുക്കാമെന്നും അല്ലെങ്കിൽ ഭരണസമിതി പരസ്യമായി മാപ്പ് പറയണമെന്നും മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.